ഹലോ ഗൈസ്, ഞാനും അമ്മയും അച്ഛനും കുമരകത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് കക്കാച്ചി 1 കിലോയുടെ. നമ്മൾ ഇന്ന് കക്കാച്ചി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് വൃത്തിയായി കഴുകി വെച്ചിട്ടാണ് കണ്ടത്. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ട് കക്കാച്ചി കണ്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇളക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് തിളച്ച് വേവട്ടെ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വരട്ടാം. ഗൈസ്, നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ഒഴിച്ചു ഗൈസ്, വെള്ളപ്പൊക്കം പോലെ തിളക്കുന്നുണ്ട് ഗൈസ്, തിളക്കും. കടുക് എണ്ണ തിളച്ച് നമുക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി പൊട്ടുന്നുണ്ട് അത് കടുക്. ഗൈസ്, ഞാൻ കറിവേപ്പില ഇടാൻ പോവാണ്. ഗൈസ്, പൊട്ടിത്തെറിച്ചു ഗൈസ്. ഗൈസ്, അരിഞ്ഞു വെച്ച സവാള എണ്ണയിലോട്ട് ഇടാൻ പോവുകയാണ്. ഉള്ളി ഇടുന്നുണ്ട്, തട്ടി വടിച്ചിടുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഉള്ളി വഴട്ടിയെടുക്കാം. വേഗം വെച്ച കക്കാച്ചി തിളയ്ക്കുന്നുണ്ട്. വേവുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഉള്ളി വരട്ടുന്നത്. ഉള്ളി പെട്ടെന്ന് വേവാൻ വേണ്ടി ശകലം ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി കക്കാച്ചിക്ക് ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളിക്ക് വിടാം. നല്ലവണ്ണം ഇളക്കുന്നുണ്ട് നമ്മൾ. നല്ലവണ്ണം ഉള്ളി വഴണ്ട് കിട്ടണം. കക്കാച്ചി ഇളക്കാൻ പോവുകയാണ്. തിളച്ചെന്നറിഞ്ഞൂടാ, മഞ്ഞ കളറായി കക്കാച്ചി. ഇത് തീരെ പൊടി കക്കയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇങ്ങനെയാണ് കക്കാച്ചി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കക്കാച്ചി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ ഇടണം. ഉള്ളി വഴണ്ട് കിട്ടി. ഇനി നമുക്ക് മുളകിടാം. ദാണ്ടെ ഗൈസ്, ഉള്ളി വരണ്ടു. ഉള്ളി വരണ്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ 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 കണ്ടോ. നമ്മുടെ അപ്പുറത്തെ കക്കാച്ചി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ കണ്ടോ, നല്ല വെന്ത് കറുത്ത കളറായി. സോറി, കറുത്തല്ല, മഞ്ഞ കളറായി. ഇഞ്ചിയും ഉള്ളിയും ചതച്ചത് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പോലാക്കിയിട്ട് ഇളക്കുകയാണ് ഗൈസ്. കുറച്ച് ഗരം മസാല ഇടാൻ പോവാണ്. ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ച് കുരുമുളകും ഇടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് കുരുമുളകാണ്. ഞാൻ എപ്പോഴും വാരി മുട്ടയാണെങ്കിലും ദോശയായാലും എന്തിനകത്തായാലും ഞാൻ കൂടുതലിട്ട് തിന്നും ഗൈസ്. കുരുമുളക് ഇടുകയാണ് ഗൈസ്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്.
നമ്മൾ കുറച്ച് ഇടുന്നുണ്ട്. കണ്ടോ, ഇടുന്നുണ്ടോ? നല്ല ചുമല കളറാ, നല്ല 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 ചുമപ്പ് മല്ലിപ്പൊടിയാണിത്. അതും കുറച്ചിടുന്നുണ്ട്, കുറച്ചല്ല 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇത് എണ്ണയിൽ നല്ലവണ്ണം വഴണ്ട് വരണം. ഇത് നമുക്ക് വേവിച്ച് വെച്ച കക്കാർച്ചി ഇടാം. കണ്ടോ, നല്ല വെന്ത് മഞ്ഞ കളറാ. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലവണ്ണം വേവിച്ചതാണ്. ഇടുന്നുണ്ട്. നല്ലവണ്ണം വടിച്ചിടണം. ഒരു കക്കാർച്ചിയും പോലും അതിൽ പറ്റിയിരിക്കില്ലേ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. കണ്ടോ, അതിപ്പം റെഡ് കളറായി. ചിലതൊക്കെ റെഡ് കളറായി തോന്നുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതാണ് പരിപാടി. ഇനി ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുക്കണം. സോറി, ഗൈസ്, ഇത് പടപട പൊട്ടുന്ന ശബ്ദം കേൾക്കണം. ഇനി ഇത് നല്ലോണം കറുത്ത് വരണം, എന്നാലേ ഫ്രൈ ആവൂ. ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഇളക്കി അമ്മയ്ക്ക് കൈ കഴിച്ച്, അതുകൊണ്ടാണ് അച്ഛൻ്റെ കൈ കൊടുക്കുന്നത്. അച്ഛൻ്റെ കൈ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം. പ്ലും പ്ലും ശബ്ദം കേൾക്കാം. പടക്കം പൊട്ടുന്നില്ല ശബ്ദം. ഇത് നല്ലോണം ഫ്രൈ ആയി വരണമെങ്കിൽ ഈ ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ ഇളക്കി ചെയ്യണം. തേങ്ങയൊക്കെ ഇടാം. പക്ഷെ എനിക്ക് തേങ്ങ ഇഷ്ടമല്ല. എന്തിനും ചേർക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം, പച്ചോടെ. അതുകൊണ്ടാണ് തേങ്ങ ഇടാത്തത്. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ഞാൻ തിന്നട്ടെ. നാളെ കാണാം. സ്കൂളിൽ പോകുന്ന വീഡിയോ.